അടുക്കളയിൽ പെണ്ണിനെ സഹായിക്കൽ കൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ആയിക്കോണമെന്നില്ല. നമ്മുടെ ജോലി തിരക്കിന്റെ ഇടയിൽ, കച്ചവടത്തിന്റെ വലിയ തലവേദനകൾക്കിടയിൽ നമ്മുടെ കുടുംബജീവിതത്തിന് ചെറിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ബന്ധങ്ങൾ എങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് തലവേദന, ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെയുള്ള കുറച്ച് മനുഷ്യന്മാരില്ലേ, അവരോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ ദിവസത്തിലെ കുറച്ച് സമയങ്ങളെങ്കിലും നമ്മൾ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ പോവുകയും ചെയ്യും. മാസത്തിലോ ആഴ്ചയിലോ ഫ്രീ ഉള്ള ദിവസം അടുക്കളയിൽ കയറിയിട്ട് വൈഫ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടെ ഒന്നും വേണ്ട, വെറുതെ ആ മൂലക്ക് കടങ്ങിരുന്നിട്ട് ഒരു റീലും നോക്കി 4 ബടായി വിട്ടെടുത്താൽ മതി. ഒരു സന്തോഷമായിക്കോളും. ഒരു മേശക്ക് ചുറ്റും ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഒരു മേശക്ക് ചുറ്റും അപ്പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു പിടി അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് കണ്ടു വളരുന്ന മക്കൾ എപ്പോഴും നല്ല സ്നേഹത്തോടെ കൂടി വളരുള്ളൂ. പ്രായം ഒരുപാട് കഴിഞ്ഞിട്ട് മക്കളെ നന്നാൻ വേണ്ടി തങ്ങളുമാരെ വേക്കുന്നു, പ്രാർത്ഥനയുടെ വേക്കുന്നു, പള്ളിയിൽ നേർച്ചക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് തിരിഞ്ഞൊന്നും നോക്കിയാൽ മതിയെന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം തന്നെ ശ്രമിക്കണം. ചുണ്ടത്തെ സിഗരറ്റും വെച്ചിട്ട് മക്കളെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാതെ മറഞ്ഞിട്ട് ആ മോന് സിഗരറ്റ് വലിക്കുക തന്നെ ചെയ്യും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ പറയുക, പാരന്റിങ് എന്ന